ഉടൻ തന്നെ തന്റെ യഥാർത്ഥ ദിവ്യ രൂപം വെളിപ്പെടുത്തി. ഹനുമാൻ സ്വാമി വാത്സല്യത്തോടെ തന്റെ അനുജനോട് ഇങ്ങനെ പറഞ്ഞു: അനുജ ഭീമ, ഈ വഴി ദേവർഷിമാരുടേതാണ്. ഈ യാത്രയിൽ നിന്റെ അമിത ഗർവം വല്ല ദോഷങ്ങൾക്കും കാരണമായേക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തടഞ്ഞത്. നിന്റെ മനസ്സിൽ വിനയം കുടികൊള്ളട്ടെ. അതിനുശേഷം ഭീമൻ ഹനുമാൻ സ്വാമിയോട് വിനയത്തോടെ ഒരു അഭ്യർത്ഥന നടത്തി: ജ്യേഷ്ഠ, ലങ്കാദഹനം നടത്തിയ സമയത്ത് അങ്ങ് കൈകൊണ്ട ആ ഭീമാകാരമായ രൂപം ഒന്ന് കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. അതെനിക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരുമോ? ഹനുമാൻ സ്വാമി ഭീമനോട് പറഞ്ഞു: അനുജ, നിനക്കെന്റെ ആ രൂപം കാണാനുള്ള സാമർഥ്യമായിട്ടില്ല. പിന്നെയും പിന്നെയും ഭീമൻ നിർബന്ധിച്ചപ്പോൾ ഹനുമാൻ സ്വാമി തന്റെ കനകധരാക്ക ശരീര സമര ഭയങ്കര അതിബല ഉഗ്ര എന്ന രൂപം കാണിക്കാൻ തുടങ്ങി. പർവ്വതം പോലെ വളർന്നു വലുതാകുന്ന ഹനുമാൻ സ്വാമിയുടെ ആ ദിവ്യ രൂപം കണ്ടപ്പോൾ ഭീമൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. സ്വന്തം സഹോദരന്റെ ഭയം കണ്ടറിഞ്ഞ ഹനുമാൻ സ്വാമി ആ രൂപം പൂർണ്ണമാക്കാതെ സാധാരണ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. അനുജ, എന്റെ ഈ രൂപം കാണാനുള്ള ശക്തി നിനക്കില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച ശേഷം ഹനുമാൻ സൗഗന്ധിക പുഷ്പം കണ്ടെത്താനുള്ള വഴിയും യാത്രയുടെ ഫലസിദ്ധിക്കായുള്ള മന്ത്രങ്ങളും ഉപദേശിച്ചു. അങ്ങനെ അഹങ്കാരം ഉപേക്ഷിച്ച് ജ്യേഷ്ഠന്റെ അനുഗ്രഹത്തോടെ ഭീമസേനൻ തന്റെ പുഷ്പത്തിനായുള്ള യാത്ര തുടർന്നു. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഭീമന്റെ യാത്രയ്ക്ക് കരുത്തും വിജയവും നൽകി. ഭീമൻ ഹനുമാൻ സ്വാമിയെ കണ്ടുമുട്ടിയ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ബജ്രംഗ് ബലി. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.